ഹായ് ഹലോ. അപ്പം നമുക്ക് ഒരു ഫോൺ കെയർ മേക്ക് ഓവർ ചെയ്യാം കേട്ടോ. സംഭവം ഇത് ഞാൻ ഒരു വൈറ്റ് കളർ പടുത്ത് മേടിച്ച ഫോൺ കേസാണ് കേട്ടോ. പക്ഷേ ഈ വൈറ്റ് കളർ ട്രാൻസ്പെറൻറ്റ് മേടിക്കാൻ തന്നെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുമ്മേ കുറച്ച് എന്താ പറയുക അടുക്കളത്തെ പണികൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഫോൺ കേസ് ആ സംഭവം എടുത്തിട്ട് അതിൽ എന്താ പറയുക കുറച്ച് ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചത് ഇത്ര പോലും അങ്ങോട്ട് സെറ്റായി വന്നില്ല. ഞാനിത് പെട്ടെന്ന് ചെയ്തൊരു എന്താ പറയുക ക്രാഫ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വേറൊക്കെ ഒരു മോഡലായിരുന്നു. ചെയ്ത് വന്ന് ലാസ്റ്റ് ഫിനിഷിങ് പോയിൻ്റ് കിട്ടിയപ്പോൾ എനിക്ക് അത്ര കണ്ട് പെർഫെക്റ്റ് ആയില്ല എന്ന് തോന്നി. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, ഇത് ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത് ചെയ്യുമ്പോൾ ഒന്നും കൂടെയൊക്കെ സെറ്റപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു എന്താ പറയുക ഒരു സ്റ്റിക്കറിൻ്റെ രണ്ടായിട്ട് മുറിച്ചിട്ട് മേലും താഴെയായിട്ട് അത് ഒട്ടിച്ചു കൊടുത്തു, അത് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു എന്താ പറയുക ഒരു നാച്ചുറൽ എഫക്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാർഡുകൾ സംഭവം അവിടെ ഇവിടേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു 3D ആ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. അതുവരെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ അതുകൊണ്ട് കുളമാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇതാക്കിയിട്ട് എന്താ വെച്ചാൽ ആ ഒരു മരങ്ങളുടെ ഫുൾ കവർ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അത് ആദ്യം കൊടുക്കേണ്ടതായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോൾ കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ എന്തായാലും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ കുറച്ച് എന്താ പറയുക വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി ഇയാളെ ഒട്ടിക്കുന്നതും. പക്ഷെ ഇത് വേറൊരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഒട്ടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റായി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ അതിൻ്റെ മേലെ കുറച്ച് റെയിനി എഫക്റ്റ് തരുന്ന അങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്രത്തോളം അങ്ങോട്ട് എന്താ പറയുക ഞാൻ വിചാരിച്ച അത്ര സെറ്റായില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഏകദേശമൊക്കെ സെറ്റായി വന്നു. പക്ഷേ ഞാൻ ആ ഒരു മഴയുടെ എഫക്റ്റ് കൊടുത്തതൊന്നും അത്ര വലിയ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും നമുക്കൊന്നും കൂടിയും ഇതൊരു ജേർണലിംഗ് പോലെ ചെയ്തു വെക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ സംഭവം മിസ്സിങ് ആണ്. എൻ്റെ കവർ എൻ്റെ കയ്യിലുണ്ട്. ഞാനിത് വേണ്ട തോന്നി വിചാരിച്ചതിന് ശേഷം ഞാനതവിടെ ഉപേക്ഷിച്ചു. പക്ഷെ അത് എവിടെ ഉപേക്ഷിച്ചു എന്നുള്ളത് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ അറിയില്ല. എന്തായാലും സംഭവം ക്ലിക്കായിട്ടുണ്ട്. ഞാൻ കൊച്ചി പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡൈക്കറ്റ് മാർട്ടിൽ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ടാറ്റോ, ബൈ, സീ യു.